കേരളത്തിലെ റബ്ബർ കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണന അവസാനിപ്പിക്കണമെന്നും റബ്ബറിന് താങ്ങുവില 300 രൂപയായി അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നും CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA ആവശ്യപ്പെട്ടു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ഭൂവിസ്തൃതിയുടെ ഏതാണ്ട് 30%-ഓളം ആണ് വനം പറയുന്നത്. ഇന്ത്യയിൽ ഇത്രയും വനമുള്ള സംസ്ഥാനങ്ങൾ കുറവാണ്. വനം സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ വനം ഇതുപോലെ നിലനിൽക്കുന്നത്. അവിടുത്തെ വനം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയി കണ്ടതാണ്. അവിടുത്തെ വനം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വീട്ടു വളർത്തുമല്ല, കാടാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതുപോലെ ഇടതൂർന്ന കാടൊന്നുമല്ല. അവിടെ 90% ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 10% രാജസ്ഥാൻ. അവിടെ പക്ഷേ 9% മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടു. 2-3 ആവശ്യങ്ങൾ. ഒന്ന്, പന്നിയെ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കണം. 2, ഈ കുരങ്ങിനെ അതിന്റെ ഷെഡ്യൂൾ ഇപ്പൊ 2ാം പട്ടികയിലാണ് വന്യജീവി നിയമത്തിൽ. ഒന്നാം പട്ടികയിലാണ്, 1ാം ഷെഡ്യൂളിലാണ്. അത് 2ാം പട്ടികയിലേക്ക് കൊണ്ടുവരണം. പിന്നെ നമ്മുടെ ഈ ബഫർ സോൺ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് പിന്നെ ദുർബല പരിസ്ഥിതി പ്രദേശം എന്ന തരത്തിൽ നമ്മുടെ കർഷകരെ ബാധിക്കുന്ന ആ നിലപാടിന് മാറ്റം വരുത്തിക്കൊണ്ട് അവരെ പരമാവധി ഒഴിവാക്കണം. റബ്ബർ കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കിസാൻ സഭ പുനലൂർ അഞ്ചൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുനലൂർ റബ്ബർ ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റബ്ബറിനെ കാർഷിക വിളയായി പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് ടയർ കമ്പനികളെ വഴിവിട്ട് സഹായിക്കുന്ന സമീപനം നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാർഷിക വിളയായിട്ട് റബ്ബറിനെ മാറ്റണം എന്നുള്ളതാണ് ഈ മാർച്ചിലൂടെ നമ്മൾ പ്രധാനമായും ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. അപ്പൊ ഇത് നിരന്തരമായി കിസാൻ സഭ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. റബ്ബറിന്റെ വില നമുക്കറിയാം, ഒരു 190 എന്ന് തോന്നുന്നു. ഇപ്പോൾ 180, 185, പിന്നെ കൂടിയ റബ്ബറിന് 190 ഒക്കെ കിട്ടും. അപ്പൊ 235, 240 രൂപ വരെ റബ്ബറിന്റെ വില വന്നിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും സന്തോഷിച്ചു. കാരണം റബ്ബർ കർഷകർ, അവർക്ക് ന്യായമായിട്ടുള്ള ഒരു വില 100 രൂപ വന്നില്ലെങ്കിലും അത്യാവശ്യം ഈ കൃഷി നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വില കിട്ടുന്നല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് നമുക്ക് ഉണ്ടായത്. കിസാൻ സഭ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ജോർജ് ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രിക, CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം C അജയപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, പുനലൂർ മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, K രാജൻ, കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് സോമരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുനലൂർ TV ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് കിസാൻ സഭ നേതാക്കളായ ഷിബു വർഗീസ്, രജനീഷ്, മുരളി, സതീശൻ, V രാജൻ, L ഗോപിനാഥപിള്ള, J ഡേവിഡ്, VS പ്രവീൺകുമാർ, TT എബ്രഹാം, തുളസീധരൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.